വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. ഇപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഭാഗത്തിൽ നമുക്ക് നോക്കാം. സോ നമ്മൾ ഇത്രയും പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മളെ ഡെയിലി ലൈഫിൽ അതിനെ ഉപയോഗിക്കും, ഏതൊക്കെ ഉപകരണങ്ങളിലാണ് ഈ ഇഫക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് വൈദ്യുതിയുടെ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് ഹീറ്റിംഗ് എഫക്റ്റാണ്. നമുക്കറിയാം ഒരുപാട് എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ പഠിച്ചു? ഹീറ്റിംഗ് എഫക്റ്റ്, ലൈറ്റിംഗ് എഫക്റ്റ്, കെമിക്കൽ എഫക്റ്റ്, മെക്കാനിക്കൽ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈദ്യുതിയുടെ വിവിധ തരം ഫലങ്ങൾ നമ്മൾ പഠിച്ചു. താപഫലം, പ്രകാശഫലം, രാസഫലം, അതേപോലെ യാന്ത്രിക ഫലം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് എഫക്ട്സ് അല്ലെങ്കിൽ ഫലങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ രണ്ട് എഫക്ട്സ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മെയിനായിട്ട് രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. അതേതൊക്കെയാണ്? താപഫലവും പ്രകാശഫലവും, അല്ലേ? ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റിംഗ് എഫക്റ്റുമാണ്. അപ്പോൾ ഈ ഹീറ്റിംഗ് എഫക്റ്റിൽ നമ്മൾ ഏതൊക്കെ ഡിവൈസസ് ഉപയോഗിക്കുന്നു, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, അതിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ലൈറ്റിംഗ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ ഡിവൈസസ് പഠിക്കുന്നു, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹീറ്റിംഗ് എഫക്റ്റിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം. നമുക്ക് ഫസ്റ്റ് താപഫലം അല്ലെങ്കിൽ ഈ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്ന വസ്തുക്കളെ, ആ ഹീറ്റിംഗ് എഫക്റ്റ് അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ അങ്ങോട്ട് കൊടുത്ത് നമുക്കതിനെ ചൂടായിട്ട് തരുന്ന വസ്തുക്കളെ, ഹീറ്റായിട്ട് തരുന്ന വസ്തുക്കളെ നമ്മൾ ഹീറ്റിംഗ് അപ്ലയൻസസ് എന്ന് പറയും. എന്ത് പറയും? ഹീറ്റിംഗ് അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയും. അപ്പോൾ വൈദ്യുതിയുടെ ഇലക്ട്രിക്കൽ ഊർജത്തെ താപോർജമാക്കി ഹീറ്റ് എനർജിയാക്കി മാറ്റുന്ന ഡിവൈസസിനെ നമ്മൾ ഹീറ്റിംഗ് അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ അവരിൽ എന്ത് സംഭവിക്കുന്നു? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുകയാണ്. അവിടെ വരുന്ന എനർജി ചേഞ്ച് അല്ലെങ്കിൽ എനർജിയിൽ ഊർജ്ജ മാറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നു എന്നതാണ്. ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നു. ഇനി അടുത്തത് ഇതിൻ്റെ മെയിൻ പാർട്ടാണ് ഹീറ്റിംഗ് അപ്ലയൻസസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏതൊക്കെയാണ് ഇങ്ങനെ ചൂട് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് ചൂടാക്കി മാറ്റുന്ന ഏതൊക്കെയാണ്? നമ്മൾ അയൺ ബോക്സ്, ഇൻഡക്ഷൻ കുക്കർ, അങ്ങനെ സോൾഡറിങ് അയൺ പോലുള്ള വസ്തുക്കളൊക്കെ എല്ലാം ഈ ഹീറ്റിംഗ് അപ്ലയൻസസിൽ പെടുന്നതാണ്, വൈദ്യുത താപന ഉപകരണങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ അവയിലൊക്കെ വരുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയാക്കി മാറ്റും. വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹീറ്റിംഗ് ഇതൊക്കെ ചെയ്യുന്ന ഒരു സാധനം ഈ വസ്തുക്കളുടെ ഉള്ളിലുണ്ടാവുമല്ലോ. അതായത് അയൺ ബോക്സിൻ്റെ ഉള്ളിലും നമ്മളുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉള്ളിലൊക്കെ എന്തായിരിക്കും ഈ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നത്? അങ്ങനെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. അല്ലാണ്ട് ചുമ്മാ ഈ ഇലക്ട്രിക്കൽ എനർജി എന്തിലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ അങ്ങോട്ട് ഹീറ്റായിട്ട് മാറുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഹീറ്റാക്കി മാറ്റുന്ന എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അതാണ് അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ പാർട്ടിന് പേര് പറയും ഹീറ്റിംഗ് കോയിൽ എന്ന് പറയും. അപ്പോൾ ഈ ഹീറ്റിംഗ് കോയിലാണ് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നത്. നമ്മുടെ ഇലക്ട്രിക്കൽ ഊർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നത് നമ്മുടെ ഹീറ്റിംഗ് കോയിലാണ്. അപ്പോൾ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഹീറ്റിംഗ് കോയിലാണ്. പ്രധാനപ്പെട്ട ഭാഗം ഹീറ്റിംഗ് കോയിലാണ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ഹീറ്റിംഗ് കോയിലാണ് നമുക്കിത് എനർജി ചേഞ്ച് ചെയ്തിരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഹീറ്റിംഗ് കോയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അടുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹീറ്റിംഗ് കോയിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഏത് വസ്തു ഉപയോഗിച്ചാൽ ആണ് ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയണം. ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിക്രോം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നിക്രോം എന്ന് പറയുന്ന ഒരു ലോഹ സങ്കരണം അല്ലെങ്കിൽ ഒരു അലോയ് ഉപയോഗിച്ചിട്ടാണ്, ലോഹങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് നിക്രോം എന്ന് പറയുന്ന ലോഹ സങ്കലനം അല്ലെങ്കിൽ അലോയ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിക്രോം കൊണ്ടാണ് നമ്മുടെ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിക്രോമിൽ ഏതൊക്കെ മെറ്റൽസ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കലനമാണ് നിക്രോം എന്ന് ചോദിച്ചാൽ നിക്കൽ, ക്രോമിയം, അയൺ, ഈ 3 മെറ്റൽസും കൂടെ ചേർത്തിട്ടാണ് നിക്രോം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? നിക്കൽ, ക്രോമിയം, അയൺ, ഈ 3 മെറ്റൽസും കൂടെ ചേർന്നിട്ടാണ് നിക്രോം എന്ന് പറയുന്ന നമ്മുടെ അലോയ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അലോയ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിക്രോം എന്ന് പറയുന്ന ഒരു അലോയ് കൊണ്ടാണ്. നിക്രോമിൽ എന്തൊക്കെയുണ്ട്? അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് നിക്രോം.
നിക്കലും ക്രോമിയം അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഒരു അയേൺ മാത്രം പഠിച്ചിരുന്നാൽ മതി. അപ്പം നിക്കൽ, ക്രോമിയം, അയേൺ ഈ 3 അലോയ്സ് ഉപയോഗിച്ചിട്ടാണ് നിക്രോം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഹീറ്റിംഗ് കോയിലിൻ്റെ മെയിൻ ഭാഗം. നമ്മുടെ ഹീറ്റിംഗ് അപ്ലയൻസിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഹീറ്റിംഗ് കോയിലാണ്. അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക, നിക്രോമാണ്. നിക്രോം എന്ന് പറയുന്ന ഒരു അലോയാണ്, ഒരു ലോഹ സങ്കലനമാണ്. എന്തിൻ്റെയൊക്കെയാണ്? നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അയേണിൻ്റെയും ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ നിക്രോം ഉപയോഗിച്ചിട്ടാണ് ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സാധാ ഇപ്പോൾ അയൺ മാത്രം ഉപയോഗിച്ചാലും ഹീറ്റിംഗ് കോയിൽ ഉണ്ടാകുമായിരുന്നില്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെറ്റൽ, അലൂമിനിയം ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഹീറ്റിംഗ് കോയിൽ എന്തുകൊണ്ട് കോപ്പർ ഉപയോഗിച്ചില്ല? അങ്ങനെ വേറൊരു മെറ്റൽ ഉപയോഗിക്കാണ്ട് എന്തുകൊണ്ട് നമ്മൾ നിക്രോം എന്ന് പറയുന്ന ഈ അലോയ് അല്ലെങ്കിൽ ലോഹ സങ്കലനം ചൂസ് ചെയ്തു? എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചിട്ട് ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പം അതിൻ്റെ കാരണം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിക്രോമിൻ്റെ ഗുണങ്ങൾ എന്ന് നമുക്ക് പറയാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രത്യേകതകൾ, നിക്രോമിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ നിക്രോമിൻ്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിക്രോം ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്, വൈ നിക്രോം ഈസ് യൂസ്ഡ് ടു മേക്ക് ഹീറ്റിംഗ് കോയിൽ എന്നൊക്കെ ക്വസ്റ്റ്യനുള്ള ഉത്തരവാണ് ഈ 4 പോയിന്റ്സ്. എന്തൊക്കെയാണത്? നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു മെറ്റലാണ്. അടുത്ത നിക്രോമിൻ്റെ പ്രത്യേകത ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഉയർന്ന ദ്രവണാങ്കം. പിന്നെ എന്താണ്? എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ അതിന് കുറേ നേരം തുടരാൻ കഴിയും. എങ്ങനെ? കത്തിപ്പോകാതെ, അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ആകാതെ. ഓക്സിഡൈസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ കത്തിപ്പോകുക എന്നാണ്, ഓക്സിജനുമായിട്ട് കലർന്ന് കത്തിപ്പോകുക. അപ്പം അങ്ങനെ കത്തിപ്പോകാതെ കുറേ നേരം ചൂടായ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള കഴിവും എന്തിനുണ്ട്? നിക്രോമിനുണ്ട്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ടാണ് നിക്രോമിനെ നമ്മൾ എന്തിനുപയോഗിക്കുന്നത്? ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. വൈ, അത് ഞാൻ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഒറ്റ ഉത്തരവാണ്. എന്തുകൊണ്ടാണ് നിക്രോം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിക്രോമിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ എന്തുകൊണ്ട് നിക്രോം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ എഴുതേണ്ട 3 പോയിന്റാണ്. ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം, പിന്നെ എന്താണ്? എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ കത്തിപ്പോകാതെ ഒരുപാട് കാലം നിലനിൽക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ഈ നിക്രോമിനുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ്, അല്ലെങ്കിൽ ഈ പോയിന്റ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യം, എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണിത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് നിക്രോം ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ, അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് കോയിൽ കഴിഞ്ഞു. അതായത് ഹീറ്റായിട്ട് ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്, അയൺ ബോക്സിൻ്റെ ഉള്ളിൽ, സോൾഡറിങ് അയണിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഹീറ്റിംഗ് കോയിലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് നിക്രോം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിക്രോം എന്തുകൊണ്ടാണ് അതിൽ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത് ഈ ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ താപഫലം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മളെ ഡെയിലി ലൈഫ്, നമ്മളെ സാധാ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞത്, സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്ന ഒരു പേര് അതിന് കിട്ടിയത്? വൈ ഇറ്റ് ഇസ് കോൾഡ് എ സേഫ്റ്റി ഫ്യൂസ് എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഈ ഫസ്റ്റ് പോയിന്റ്. വൈ സേഫ്റ്റി, അല്ലെങ്കിൽ വാട്ട് ഇസ് സേഫ്റ്റി ഫ്യൂസ്, എന്താണ് സുരക്ഷാ ഫ്യൂസ്, അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് നെയിംഡ് ആസ് എ സേഫ്റ്റി ഫ്യൂസ്, എന്തുകൊണ്ടാണ് അതിന് സേഫ്റ്റി ഫ്യൂസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഉത്തരമാണ് എന്ത്? സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് us and the appliances from danger when excess current flows through the circuit. അതായത് ഒരു സർക്യൂട്ടിലൂടെ വളരെയധികം അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നത് മൂലം ഉള്ള അപകടങ്ങളിൽ നിന്നും നമ്മെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കാനുള്ള സംവിധാനമാണെന്ത്? സേഫ്റ്റി ഫ്യൂസ്. അതുകൊണ്ടാണ് അതിന് സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അതായത് വളരെയധികം കറണ്ട് നമ്മളെ വീട്ടിലെയൊക്കെ സർക്യൂട്ടിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അല്ലെങ്കിൽ ആ സർക്യൂട്ടിലൂടെ കടന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാ വസ്തുക്കളും നശിച്ചു പോകും. പോരാത്തതിന് നമുക്ക് ഷോക്ക് അടിക്കാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ അമിതമായ കറണ്ടിനെ നമ്മളെ വീട്ടിലേക്ക് കയറ്റി വിടാതെ നമ്മളെയും നമ്മളെ ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സാധനമാണ് സേഫ്റ്റി ഫ്യൂസ്. അതുകൊണ്ടാണ് അതിന് ആ പേര്.
ഓക്കെ, സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. എന്തുകൊണ്ടാണ് അതിന് ആ പേര് കിട്ടിയതും എന്നൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് അസ് ആൻഡ് ദി അപ്ലയൻസസ് ഫ്രം ഡേഞ്ചർ. എപ്പോഴാണ്, എന്ത് തരത്തിലുള്ള ഡേഞ്ചറാണ്? വെൻ എക്സസ് കറന്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. ഒരുപാട് അമിതമായിട്ടുള്ള വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്രയും വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് താങ്ങാനുള്ള കഴിവ് നമ്മുടെ വീട്ടിലുള്ള സർക്യൂട്ടിന് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന അപ്ലയൻസസ് ഒക്കെ അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ നശിച്ചു പോകും. അപ്പം നമ്മളെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, ഉപകരണമാണ് എന്ത്? സേഫ്റ്റി ഫ്യൂസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് ഹീറ്റിംഗ് അപ്ലയൻസസിൽ വൈദ്യുത താപന ഉപകരണങ്ങളിലുള്ള മെയിൻ ഭാഗം ഹീറ്റിംഗ് കോയിലാണെന്ന് പറഞ്ഞ പോലെ സേഫ്റ്റി ഫ്യൂസിന് ഒരു മെയിൻ ഭാഗമുണ്ട്. മെയിൻ ഭാഗത്തിൻ്റെ പേരെന്താണ്? പ്രധാനപ്പെട്ട ഭാഗം ഫ്യൂസ് വയറാണ്. എന്താണ്? ഫ്യൂസ് വയർ. സോ മെയിൻ പാർട്ട് ഈസ് ഫ്യൂസ് വയർ, അല്ലെങ്കിൽ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഫ്യൂസ് വയറാണ്. ഇനി ഈ ഫ്യൂസ് വയറും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ലോഹ സങ്കലനം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു അലോയ് ആണ് ഈ ഫ്യൂസ് വയർ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതിൻ്റെയൊക്കെ അലോയ് ആണ്? ലെഡിൻ്റെയും ടിന്നിൻ്റെയും അലോയ് ആണ്. ഈ രണ്ട് മെറ്റലിൻ്റെയും അലോയ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഫ്യൂസ് വയർ ഉണ്ടാക്കുന്നത്. സോ ഫ്യൂസ് വയർ ഈസ് ആൻ അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിൻ. ഇനി ഈ എക്സസ് കറണ്ട് ഇതിലേക്ക് പോകുമ്പോൾ നമ്മളിത് സംരക്ഷിക്കുന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഇത് സംരക്ഷിക്കുന്നത്? ഒരുപാട് കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പം അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടിലേക്ക് വരുമ്പം ഈ ഫ്യൂസ് വയർ എന്താവും? ഈ ഫ്യൂസ് വയറിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഫ്യൂസ് വയർ അങ്ങോട്ട് മെൽറ്റ് ആവും, ഉരുകിപ്പോവും. അങ്ങനെ ഫ്യൂസ് വയർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കണക്ഷൻ ബ്രേക്കായി. അപ്പോൾ കണക്ഷൻ ബ്രേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യില്ല? നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് പ്രവേശിക്കില്ല. അത് എന്തുകൊണ്ടാണ് അത് ബ്രേക്ക് ആവുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഈ മെയിൻ ഒരു പോയിന്റ് ആണിത്. സുരക്ഷാ ഫ്യൂസ് നമ്മളെ വീട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ശ്രേണി രീതിയിലാണ്, സീരീസ് കണക്ഷൻ ആണ്. അപ്പോൾ സീരീസ് കണക്ഷൻ ആകുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൻ്റെ നടുക്ക് വെച്ചിട്ട് എങ്ങാനും ഒരു പൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ആ പാലത്തിൻ്റെ എക്സാമ്പിളൊക്കെ ഓർക്കുക. കുട്ടികൾ പാലം കടന്നു പോകുന്നത്, ഒരു പാലം കഴിഞ്ഞ് അടുത്ത പാലം കഴിഞ്ഞ് അടുത്ത പാലത്തിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നടുക്കൊരു പാലം ബ്രേക്ക് ആയപ്പോൾ അവർക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ സുരക്ഷാ ഫ്യൂസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഉരുകിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് എന്തിന് കയറാൻ പറ്റില്ല? കറണ്ടിന് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനവും സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലെഡും ടിന്നുമുള്ള അലോയ് ഉപയോഗിച്ചിട്ടാണ്. ഇനി അങ്ങനെയുള്ള ഈ ഫ്യൂസ് വയറിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണ് ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. സേഫ്റ്റി ഫ്യൂസിന് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും, ദ്രവണാങ്കം കുറവായിരിക്കും. എന്തുകൊണ്ടാണ് അതിന് കുറവായിരിക്കുന്നത്? കാരണം നമുക്കറിയാം, കറണ്ട് കയറി പോകുമ്പോഴേക്ക് ഇത് ഉരുകി പോകണം. ഭയങ്കര ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളൊരു സാധനമാണെങ്കിൽ ഇത് ഉരുവോ? ഇല്ല. അപ്പോൾ ചെറിയ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. ഒരു ഇത്തിരി കറണ്ട് അതിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുകി പോകുന്ന സാധനമായിരിക്കണം. അപ്പം അങ്ങനെ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു സാധനമാണെന്ത്? സേഫ്റ്റി ഫ്യൂസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കറക്റ്റ് ആംബറേജ് ഉണ്ടായിരിക്കണം. ആംബറേജ് ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ആംബറേജ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആംബറേജ് ആണ്. ആംബറേജ് എന്ന് പറഞ്ഞാൽ അതായത് സേഫ്റ്റി ഫ്യൂസിന് ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ആംബറേജ് ഉള്ള ഇത്ര ആംബറേജ് ഉള്ള ഒരു സാധനമായിരിക്കണം നമ്മുടെ സേഫ്റ്റി ഫ്യൂസ്. എന്തുകൊണ്ടാണ് അതിന് ആംബറേജ് വേണം? അല്ലെങ്കിൽ ആംബറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആംബറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ടു വോൾട്ടേജ് അപ്ലൈഡ്. നമ്മൾ കൊടുക്കുന്ന പവറും അതേപോലെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും തമ്മിലുള്ള ആ കൊടുക്കുന്ന പവറല്ല, ഒരു വസ്തുവിൻ്റെ പവർ. ഏതൊരു ഇപ്പോൾ ഒരു ബൾബാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക, അതിൻ്റെ ആവറേജ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൾബാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ബൾബിൻ്റെ പവർ നോക്കുക, അതിലേക്ക് നമ്മൾ എത്ര വോൾട്ടേജ് കൊടുക്കുന്നു എന്ന് നോക്കുക. അപ്പോൾ പവറും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ് ആംപെയറേജ്. മലയാളത്തിലാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, പവറും വോൾട്ടേജും കൊടുക്കുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ഈ ആംപെയറേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആംപെയറേജ് ഈസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ആംപെയറേജ് ഈസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ്. മലയാളത്തിലാണെങ്കിൽ ആംപെയറേജ് ഈസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ്. ഇനി ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും
നിങ്ങൾക്ക് വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് കാണാം. വാട്ടേജ് എന്ന് പറഞ്ഞാലും പവർ തന്നെയാണ് കേട്ടോ. വാട്ടേജ് പവറിൻ്റെ യൂണിറ്റ് വാട്ട് ആയതുകൊണ്ടാണ് അത് വാട്ടേജ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ പവർ തന്നെയാണ് മുകളിൽ കൊടുക്കേണ്ടത്. പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ് എന്ത്? ആംബറേജ്. അപ്പോൾ ആംബറേജും കൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ സുരക്ഷാ ഫ്യൂസിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കഴിവാണെന്ത്? ലോ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ അതിനൊരു ആംബറേജ് ഉണ്ടായിരിക്കണം. ആംബറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ടു വോൾട്ടേജ്. പവറും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ് ആംബറേജ്. അപ്പോൾ നമുക്ക് മലയാളത്തിലാണെങ്കിൽ അനുപാത സംഖ്യയാണ്. പവറും വോൾട്ടേജും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആംബറേജ്. അപ്പോൾ ഏതെങ്കിലും ഒരു കറക്റ്റ് ആംബറേജ് ഉള്ള വയർ വേണം നമ്മൾ ഫ്യൂസ് വയർ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് ആ പാർട്ടിൽ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എപ്പോഴൊക്കെയാണ് നമ്മൾ പറഞ്ഞു ഒരുപാട് കറണ്ട് നമ്മളെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ ഈ സേഫ്റ്റി ഫ്യൂസ് മെൽറ്റ് ആകുകയും നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനത്തിനെയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ വളരെയധികം കറണ്ട് നമ്മളെ വീട്ടിലേക്ക് കയറുന്നത്? ഏതൊക്കെ സമയത്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടിൻ്റെ സമയത്താണ്. രണ്ടാമത് ഓവർലോഡിങ്ങിൻ്റെ സമയത്താണ്. നിങ്ങൾ ആ പേരുകൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. എപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് അത്ര കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറുക അല്ലെങ്കിൽ ഹൈ കറണ്ട് വരുന്ന സമയം ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടിൻ്റെ സമയമാണ്. രണ്ടാമത് ഓവർലോഡിങ്ങിൻ്റെ സമയമാണ്. എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും എൻഡും തമ്മിൽ ഒരു കണക്ഷൻ നേരിട്ട് വരികയാണ്. അതായത് വേറെ ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡ് ഇത് ഇപ്പോൾ ബാറ്ററി ഇങ്ങനെയാണ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ വരികയാണ്. അതിൻ്റെ നടുക്ക് റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, വേറെ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ്ലി കണക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അപ്പോൾ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്ന് പറയാം. ഇല്ലെങ്കിൽ മെയിൻസിൽ നിന്ന് വരുന്ന രണ്ട് വയറുകൾ, മെയിൻസ് നിങ്ങൾക്കറിയാം നമ്മളെ വീട്ടിലേക്കൊക്കെ വരുന്നത് മെയിൻ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് അങ്ങനെ നമ്മൾക്ക് ഓരോ ഇത് കടന്നിട്ട് മെയിൻ വയറായിട്ട് നമുക്ക് വീട്ടിലേക്ക് കണക്ഷൻ തരും. അപ്പോൾ ആ മെയിൻസിൽ നിന്ന് വരുന്ന രണ്ട് വയറുകൾ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വന്നാലും നമുക്ക് എന്ത് വരും? ഷോർട്ട് സർക്യൂട്ട് വരും. അപ്പോൾ വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ വരണം. അപ്പോൾ വേറെ പ്രതിരോധങ്ങളൊന്നും ഇല്ലാതെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ ബന്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു എന്ന് പറയാം. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഏത് സിറ്റുവേഷനാണ്? ഓവർലോഡിങ് എന്ന് പറയുന്ന സമയമാണ്. ഓവർലോഡിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ നമുക്കൊരു സർക്യൂട്ടിൽ ഇത്ര മാത്രം പവർ താങ്ങാൻ കഴിവുള്ള സർക്യൂട്ടായിരിക്കും നമ്മൾ ചെയ്തു വെച്ചിരിക്കുക, വയറിംഗ് ആയിരിക്കും ചെയ്തു വെച്ചിരിക്കുക. എന്നിട്ട് അതിനും താങ്ങാൻ അപ്പുറം നമ്മൾ അതിലേക്ക് അപ്ലയൻസസ് ഉപകരണങ്ങൾ കൊണ്ടേ കണക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ മൾട്ടി പ്ലഗ് ഒക്കെ പോലെ ഒരു മൾട്ടി പ്ലഗിലേക്ക് തന്നെ നിങ്ങളൊരു 100 കൂട്ടം സാധനങ്ങൾ കൊണ്ടേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലഗിന് അത് താങ്ങാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ഓവർലോഡിങ് സംഭവിച്ചു. നമ്മൾ കണക്ട് ചെയ്യുന്ന സാധനങ്ങളുടെ പവർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിനെ താങ്ങാവുന്നതിലും അപ്പുറമാണെങ്കിൽ അപ്പോൾ നമുക്കത് പറയാം ഓവർലോഡിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടുമാണ് നമ്മൾ മെയിൻലി നമ്മുടെ വീട്ടിലേക്ക് എക്സസ് ആയിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് കറണ്ട് വരാനുള്ള രണ്ട് സിറ്റുവേഷൻസ് എന്ന് ഓർക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റിൽ അത്രയും ഉപകരണങ്ങളും പഠിക്കുക, അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ലൈറ്റിംഗ് എഫക്റ്റ് നെക്സ്റ്റ് ഒരു പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.